ലോഡ്. പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. തുടർന്ന് ഇന്ന് 14 മുതൽ ഉള്ള വാക്യങ്ങൾ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 22 അതിൻ്റെ തുടക്കത്തിൽ 8-ാം അധ്യായത്തിൽ നിന്നാണ് ഈ ചിന്ത നാം ആരംഭിച്ചത്. ഒരു വിഷയത്തെയാണ് പൗലോസ് അഡ്രസ്സ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയം ഒരു യെസ് ഓർ നോ ആൻസർ കൊടുക്കാതെ പൗലോസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് 3 അധ്യായങ്ങളിലൂടെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോഴേ 10-ാം അധ്യായത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധനവ് വരുത്തുന്നു. 8-ാം അധ്യായം കഴിഞ്ഞിട്ട് നാം 10-ാം അധ്യായമാണ് ചിന്തിച്ചത്. 8-ാം അധ്യായത്തിലെ മെയിനായിട്ടുള്ള ഒരു തീം അറിവ്, അത് നോളജ്. കൊരിന്ത്യ സഭയിൽ അവർക്കുണ്ടായ അറിവിനെ കുറിച്ച് ഒരുപാട് അഭിമാനിക്കുന്ന ഒരു കൂട്ടരായിരുന്നു. അവരുടെ അറിവ് കാരണം അവർക്ക് ഈ വിഗ്രഹാർപ്പിതം തിന്നുന്നതിൽ പ്രശ്നമില്ല. കാര്യം വിഗ്രഹം ഏതുമില്ല എന്നുള്ളതാണ് അവർക്ക് അറിയാവുന്ന. ആ അറിവിൻ്റെ ബേസിൽ നിന്ന് അവർ വിഗ്രഹാർപ്പിതം തിന്നുന്നത് കുഴപ്പമില്ല എന്ന് ഒരു വിഭാഗക്കാർ ചിന്തിക്കുമ്പോൾ മറ്റൊരു വിഭാഗക്കാർക്ക് അത് അത്ര അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കാര്യം അവർ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവരുടെ മനസ്സാക്ഷിയെ സംബന്ധിച്ച് അത് വളരെ വലിയ ഒരു ചലഞ്ചായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ പൗലോസ് അറിവിനെ കുറിച്ച് പറയുന്നു. നിങ്ങളുടെ അറിവ് നല്ലതാണ്, പക്ഷെ നിങ്ങളുടെ അറിവ് ചീർപ്പിക്കരുത്. അറിവ് മറ്റുള്ളവരെ സ്നേഹത്തിനും ആത്മീയ വർധനയ്ക്കുമായിട്ട് തീരണം എന്നുള്ള ഒരു വിഷയമാണ് 8-ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിച്ചത്. തുടർന്ന് അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരോട് പൗലോസ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പൂർവികന്മാരെ നിങ്ങൾ ഓർക്കണം. അവരെല്ലാവർക്കും അവർ ചോരത്തലയും പെസഹയും ഒക്കെ ആചരിച്ച് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും അവർ കനാൻ ദേശത്ത് ചെന്നപ്പോൾ അവർ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 6 ലക്ഷത്തിലധികം ആണുങ്ങൾ തന്നെ. ഒരു 10-15-20 ലക്ഷത്തിലധികം ആൾക്കാർ അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം 2 പേര് മാത്രമേ കനാൻ ദേശം വാഗ്ദത്ത നാട്ടിലെത്തിയുള്ളൂ. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണെന്നുള്ള കാര്യം പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ തുടക്കം അല്ല, തുടക്കത്തിനേക്കാൾ ഒടുക്കമാണ് പ്രധാനം. നാം എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതല്ല, നമ്മുടെ അവസാനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിന്തയാണെന്നുള്ള കാര്യം നാം ആ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാം വിട്ടൊഴിയേണ്ട 5 പാപങ്ങളെക്കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ട് ഈ ജനത്തെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നാം കാണുന്നത്. അതൊന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാര്യം എന്താണ് അവർക്ക് സംഭവിച്ച കുഴപ്പം? അവർ ദുർമോഹികളായിരുന്നു, അവർ ആരാധികളായിരുന്നു. അതുപോലെ തന്നെ അവർ പരസംഗം ചെയ്തു, അവർ കർത്താവിനെ പരീക്ഷിച്ചു, അവർ പിറുപിറുത്തു എന്നുള്ള 5 കാര്യങ്ങൾ അവിടെ വളരെ ക്ലിയറായിട്ട് പൗലോസ് എടുത്തു പറയുന്നു. ഇതെല്ലാത്തിന് ശേഷം 12-ാമത്തെ വാക്യമാണ് അതിലെ കീ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. ആകയാൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. കാര്യം പലപ്പോഴും ആത്മീയത്തിൽ പലരുടെയും ജീവിതത്തിൽ, നമ്മുടെ തന്നെ ജീവിതത്തിൽ നാം എടുത്തു നോക്കിയാൽ ഒരു സ്റ്റേജിൽ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആണെന്നും നമ്മൾ ഒരിക്കലും വീഴത്തില്ലെന്നും നമ്മൾ മറ്റ് സഭകളെക്കാൾ ബെറ്റർ ആണെന്നും ഒക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ അകത്ത് വരുമ്പോൾ അത് വളരെ അപകടകരമായ ഒരു ചിന്തയാണെന്നുള്ള കാര്യം പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ചിന്തകൾ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വീഴാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. തന്നെ ഓരോ ദിവസവും ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ ജീവിതം കഴിക്കണമെന്നുള്ള കാര്യം നമ്മെ തിരുവചനത്തിൽ നിന്ന് ബുദ്ധി ഉപദേശിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ഇന്ന്
14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം ചിന്തിക്കാം. അതിനുശേഷം തുടർമാനമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. അവിടെ ഒരു ഒരു വളരെ കമാൻഡായിട്ടാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരാധന വിട്ടോടുക, ഫ്ലീ ഫ്രം ഐഡോളട്രി എന്നുള്ള ഒരു വാക്യമാണ് നാം ഇവിടെ കാണുന്നത്. ഇതൊരു സജഷൻ അല്ല, അതൊരു കമാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചില കാര്യങ്ങളിൽ ദൈവജനം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെ എനിക്ക് ജയിക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ എനിക്ക് കൃപയുണ്ട്, അതിനെ എനിക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള ചിന്തകൾ ചിന്തിക്കാതെ ചില വിഷയങ്ങളിൽ നിന്ന് ഓടുവാനാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും ഇതേ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫ്ലീ ഫ്രം സെക്ഷൽ ഇമ്മോറാലിറ്റി. എന്തുകൊണ്ടാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചില വിഷയങ്ങളിൽ നമുക്കറിയാം, ജോസഫിൻ്റെ ജീവിതത്തിൽ പൊത്തിഫറിൻ്റെ ഭവനത്തിലായിരുന്ന സമയത്ത് തൻ്റെ ദർശനങ്ങളോ തൻ്റെ മുൻകാലത്തെ പരിചയങ്ങളോ ഒന്നും വെച്ച് ജോസഫ് ഒരിക്കലും അവിടെ നിന്നില്ല. ചില വിഷയങ്ങളിൽ നിന്ന് ഓടേണ്ടതായിട്ടുള്ള വിഷയങ്ങളിൽ നാം ഓടണം. അതുതന്നെയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് പൗലോസ് വിഗ്രഹാർപ്പിതത്തിൻ്റെ കാര്യത്തിലും പറയുന്നത്, അവിടെ നിന്ന് നിങ്ങൾ ഓടണം, ഫ്ലീ ഫ്രം ഐഡോളട്രി. കാര്യം ഇല്ലെങ്കിൽ വളരെ അപകടകരമായ സാധ്യതകളിൽ നാം അകപ്പെടുവാനുള്ള കാരണമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മോഡേൺ ആപ്ലിക്കേഷനിൽ വരുമ്പോഴും ചില ടെംപ്റ്റേഷൻസ് നിന്ന്, ടോക്സിക് റിലേഷൻസ്, അഡിക്റ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ്സ്, ഇതിനകത്തു നിന്നൊക്കെ ദൈവജനം അവിടെ നിന്ന് നമ്മുടെ ദൈവം തരുന്ന ആലോചനയ്ക്കനുസരിച്ച്, വിഷ്ടത്തിനനുസരിച്ച് നാം ആ കാര്യങ്ങളിൽ നിന്നൊക്കെ റിയാക്ട് ചെയ്യണം. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ആവശ്യമില്ലാത്ത വിഷയങ്ങളുടെ അകത്ത് ദൈവജനം പോയി അകപ്പെടരുത്. ചില വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടടുത്ത് നിന്ന് മാറി നിൽക്കണം. നിങ്ങളുടെ കൃപയെ സ്വാധീനിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ, കൂട്ടുകെട്ടുകൾ, സംസാരങ്ങളിൽ നിന്നൊക്കെ ദൈവജനം മാറി നിൽക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ആത്മീയ വർധനവിന് ഏറ്റവും പ്രയോജനമുള്ള കാര്യം. 15-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യം കൂടെ വായിക്കാം. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ഒരു സന്ദേശമുണ്ട്. കൂട്ടായ്മ എന്നുള്ള ഒരു വാക്ക്. അത് വളരെ റിച്ചായിട്ട്, പുതിയ നിയമത്തിൽ വളരെ റിച്ചായിട്ടുള്ളൊരു കാര്യമാണ് കൂട്ടായ്മ. നമ്മൾ പലപ്പോഴും ഇന്ന് കൂട്ടായ്മയ്ക്ക് പോകണ്ടായോ, ഇന്ന് കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു പദമാണ് കൂട്ടായ്മ. അതിന് കാരണം ഞാൻ വിവരിക്കാം. അപ്പോൾ അതിനു മുമ്പിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പൊ ഇത് ഏതുമായിട്ടുള്ള കൂട്ടായ്മയാണ്? അപ്പൊ ഈ അനുഗ്രഹപാത്രത്തെ കുറിച്ച് പറയുന്നു. ഇത് പഴയ നിയമത്തിൽ നോക്കിയാൽ പെസഹയോട് ചേർന്ന് നമുക്ക് ചിന്തിച്ചാൽ 4 പാത്രങ്ങളെക്കുറിച്ച്, 4 പാനപാത്രത്തെക്കുറിച്ച് പറയുന്നു. ഫസ്റ്റ് കപ്പ് സാങ്ക്ടിഫിക്കേഷൻ്റെ കപ്പാണ്. അതെന്തിനാ റെപ്രസെൻറ്റേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ പ്രോമിസാണ്, ഐ വിൽ ബ്രിങ് യു ഔട്ട് ഫ്രം ദ അണ്ടർ ബേർഡൻ ഓഫ് ഈജിപ്ഷ്യൻ. മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം, അതാണ് ഫസ്റ്റ് ഇതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അത് സെക്കൻഡ് കപ്പ് അത് ഡെലിവറൻസിൻ്റെ കപ്പാണ്. അപ്പോൾ അതെന്താ സിംബോളൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐ വിൽ ഡെലിവർ യു ഫ്രം ദെയർ ബോണ്ടേജ്. അപ്പോൾ അവരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ഫ്രീഡം ഫ്രം സ്ലേവറിയാണ് അവിടെ റീകോൾ ചെയ്യുന്നത്, അവിടെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അവരെ 10 ബാധകളിൽ നിന്ന് വിടുവിച്ചതാണ് രണ്ടാമത്തെ കപ്പ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. 3-ാമത്തെ കപ്പാണ് റിഡംഷൻ. അതാണ് നാം പലപ്പോഴും കർത്തൃമേശയ്ക്ക് മുമ്പിട്ട് ദേവദാസന്മാരൊക്കെ ഓർമ്മിപ്പിക്കുന്ന അനുഗ്രഹപാത്രം. അതാണ് കപ്പ് ഓഫ് ബ്ലെസ്സിങ്, കപ്പ് ഓഫ് റിഡംഷൻ. ഇത് ആഹാരത്തിന് ശേഷമാണ് ഈ കപ്പ് നിന്ന് കുടിക്കുന്നത്. അത് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഐ വിൽ റെഡീം യു വിത്ത് ഔട്ട്സ്ട്രെച്ച്ഡ് ആം വിത്ത് ഗ്രേറ്റ് ജഡ്ജ്മെന്റ്സ്.
അപ്പൊ ദൈവത്തിന്റെ ആ രക്ഷയാണ് നാം കാണിക്കുന്നത്. നാം ഇത് ഈ തിരുമേശയോടനുബന്ധിച്ച് നാം ഇത് ഓർക്കുമ്പോൾ ഈ മൂന്നാമത്തെ കപ്പാണ് കപ്പ് ഓഫ് ബ്ലെസ്സിങ്, കപ്പ് ഓഫ് റിഡംഷൻ. നാലാമത്തെ ഒരു കപ്പ് അതിനെക്കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. പ്രോമിസിങ് ഫ്യൂച്ചർ റീസ്റ്റോറേഷൻ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ദൈവസഭയെ റീസ്റ്റോർ ചെയ്യുന്നതാണ് നാലാമത്തെ കപ്പിനെ കുറിച്ച് നാം കാണുന്നത്. ഇപ്പോൾ മടങ്ങി വരാം, ഇത് ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ആ ഒരു ഭാഗത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിച്ചെന്നേ ഉള്ളൂ. ഇവിടെ പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് പൗലോസ് ഈ ഒരു വിഷയം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ കൂട്ടായ്മയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. നാം ഒരുമിച്ച് വരുമ്പോൾ, ഒരുമിച്ച് ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ, ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ ഇത് കാണിക്കുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അത്രയ്ക്ക് ആഴത്തിൽ നാം ചിന്തിക്കാറില്ല എന്താണ് കൂട്ടായ്മയുടെ പ്രാധാന്യമെന്ന്. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങൾ ആ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു വേർഡാണ് ഈ കൂട്ടായ്മ എന്നുള്ള ഒരു വേർഡ്. അപ്പൊ ഇതൊരു ജെന്യൂൻ പാർട്ടിസിപ്പേഷൻ ആണ്. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ വി ആർ ജോയിന്റ് ഷെയറിങ് കമ്മ്യൂണിയൻ. ഹല്ലേലൂയ. അപ്പൊ ആ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളായിട്ട്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായ നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ ആ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കെ, അങ്ങനെ നിങ്ങൾ കർത്താവുമായിട്ടുള്ളൊരു ജെന്യൂൻ പാർട്ടിസിപ്പേഷൻ ഉള്ളപ്പോൾ, അതിന് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാം. 17-ാമത്തെ വാക്യം. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അതെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ആ ഒരു അപ്പം ഒന്നാക പോലെ നാം എല്ലാം ഒരു ശരീരത്തിന്റെ അംശികളാകുന്നു. അതുകൊണ്ട് എന്താണ് 18-ാമത്തെ വാക്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ. ഇതിനെ ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്ത് അതൊരു സിമ്പിളായിട്ട് പൗലോസ് പറയാണ്, നമ്മൾ ഈ സാക്രിഫൈസിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നിങ്ങൾ ആ യാഗത്തിന്റെ കൂട്ടായ്മയല്ലയോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുമ്പോൾ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ. ഞാൻ പറയുന്നത് എന്താണ് ഇത് പൗലോസ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവരുടെ അകത്തുള്ള ഒരു നോളജാണ് ഐഡൽ, വിഗ്രഹം ഏതുമില്ല എന്നുള്ളത് നമ്മൾ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ചിന്തിച്ചു. അപ്പൊ ഈ വിഗ്രഹമില്ല, പക്ഷെ വിഗ്രഹത്തിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു ശക്തി ഉണ്ടെന്നുള്ളതാണ് പൗലോസ് അവിടെ പറയുന്നത്. 19-20 വാക്യങ്ങൾ വായിക്കാം. ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നുവെന്നോ വിഗ്രഹം വല്ലതും ആകുന്നുവെന്നോ അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. അപ്പം ഈ കാര്യങ്ങളെല്ലാം പൗലോസ് പറഞ്ഞു വരുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് കൂട്ടായ്മയിലുള്ളവരാണ്, നിങ്ങൾ ഏത് ശരീരത്തിന്റെ അംഗമാണ്. ഇസ്രായേൽ ജനത്തിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, നിങ്ങൾ യാഗപീഠത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ യാഗപീഠത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പൗലോസ് പറയാണ്, ശരിയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, വിഗ്രഹം ഏതുമില്ല. പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ഡീമൺസ് ഉണ്ട്. ഇതിന്റെ എല്ലാം പുറകിലൊരു എന്താണ്, ഈ വിഗ്രഹം ഏതുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ബലി കഴിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങൾക്ക് കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ് ഇവിടെ വളരെ സീരിയസ് ആയിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം അതിന്റെ 96-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഈ ജാതികളുടെ ദേവന്മാരെല്ലാം അത്രേ. അപ്പൊ ഈ വിഗ്രഹം എന്ന് പറയുന്ന ഒരു സംഭവം ശരിയാണ്, കല്ലുകൊണ്ടോ തടി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. പക്ഷെ അവരെയൊക്കെ ജാതികൾ, ഈ ലോകത്തിലുള്ളവര് അതിനെയൊക്കെ പൂജിക്കുന്നു, ഇതിനെയൊക്കെ ആരാധിക്കുന്നു. അപ്പൊ ഈ ഷെയ്പ്പിന്റെ എല്ലാം പുറകില് ഒരു ഭൂതത്തിന്റെ വ്യാപാരം. ഹല്ലേലൂയ. ഒരു
ചിന്ത നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ഇന്ത്യയിലെ വിശേഷാൽ ഇന്ത്യയിലെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഒരുപാട് പേരും ഈ ഓരോരോ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. നമുക്ക് പറയാം അത് അവരുടെ വിശ്വാസത്തിലാണ്, അന്ധവിശ്വാസമാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഡീമോണിക് ഇൻഫ്ലുവൻസസ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. കാര്യം പലരും ഈ ആരാധനയിലൊക്കെ ഭൂതങ്ങൾ എക്സ്പോസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഈ പറയുന്ന ആരാധനയിൽ നിന്നൊക്കെ കയറിയിട്ടുള്ള ഓരോരോ ഡീമോണിക് ഇൻഫ്ലുവൻസസ്, അപ്പം ഇതാണ് പലപ്പോഴും അവരെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ. അവരതിനെ പല പേരുകൾ വിളിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കിയാൽ ഏതെങ്കിലും ഒരു കല്ലോ മരമോ ആരെങ്കിലും അവിടെ കൊണ്ടുവന്ന് 2 ദിവസം വിളക്ക് കത്തിച്ചാൽ അതൊരു 3-4 വർഷത്തിനകത്ത് വെച്ച് ഒരു അമ്പലമായിട്ട് മാറും. കാര്യം അതൊരു ആൾക്കാർ അതിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ പുറയിൽ വ്യാപരിക്കുന്ന ഒരു ഡീമോണിക് സ്പിരിറ്റ്. ഈ ഡീമൺസിനും പിശാചിനും ഒന്നും അവരുടെ പേരിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഏത് പേര് വിളിച്ചാലും അവർക്ക് പ്രോബ്ലം ഇല്ല. അവർക്ക് ഈ ആൾക്കാരുടെ ഇടയിൽ കയറണമെന്നുള്ളത് മാത്രമാണ് ഇവരുടെ വലിയൊരു ഇൻറ്റൻഷൻ. അപ്പോൾ അവർക്ക് ഈ പേരിനകത്ത് വലിയ ഈഗോ ഒന്നും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഏത് പേരിലും ഇത് വ്യാപരിക്കും. അതിപ്പോൾ നമ്മൾ ഏത് വിഗ്രഹം, അതുകൊണ്ട് തന്നെയാണ് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് എന്ന് പറയുന്നത്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇതിനകത്തൊക്കെ പിശാച് ഇൻഫ്ലുവൻസസ് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെയൊക്കെ അടുത്ത് പോയി കമ്മിറ്റ് ചെയ്യുമ്പോൾ അവരുമായിട്ടൊരു കവനൻ്റാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. പലപ്പോഴും ദൈവമക്കൾ അതിനെക്കുറിച്ച് അങ്ങ് വലിയ കൺസേൺ ആകണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഈ ഒരു വിഷയത്തിനകത്ത് നമുക്കുള്ള ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇത് എത്രത്തോളം ആപ്ലിക്കബിൾ അല്ല എങ്കിൽ പോലും, ഒരുപക്ഷെ അമേരിക്കയിലോ കാനഡയിലോ ഒന്നും അത്രത്തോളം ആപ്ലിക്കബിൾ അല്ല എങ്കിൽ പോലും ഇന്ത്യയിലാണ് പലതരത്തിലും ഇവരുടെ ഇൻഫ്ലുവൻസസ് കുഞ്ഞുങ്ങളിലും നമ്മളിലും ഒക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും നാം ശ്രദ്ധയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ. എന്നാൽ ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് പൗലോസ് ഈ ഭാഗങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്നാൽ അടുത്ത വാക്യങ്ങൾ വരുമ്പോൾ 21-ാമത്തെ വാക്യം, നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. വളരെ വളരെ ക്ലിയർ ആയിട്ട് അവർക്കൊരു ഡയറക്ഷൻ പൗലോസ് കൊടുക്കുകയാണ്. ഈ ഒരു വാക്യം ഒരുപക്ഷെ 8-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസിന് പറയാമായിരുന്നു. പക്ഷെ ഇത് പറയാതെ അന്നുള്ള സാഹചര്യങ്ങൾ, ഓരോരുത്തരുടെയും പൊസിഷൻസ്, ഓരോരുത്തരുടെയും കേസസ് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, ഇതിൻ്റെ തിയോളജി എന്താണ്, പ്രാക്ടിക്കൽ സൈഡ് എന്താണ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് പൗലോസ് ഇവിടെ വന്ന് പറയുന്നത്, യു കനോട്ട് പാർട്ടേക്ക് ഓഫ് ദ ടേബിൾ ഓഫ് ദ ലോർഡ് ആൻഡ് ദ ടേബിൾ ഓഫ് ദ ഡീമൺസ്. ഇതാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലോട്ട് കൊണ്ടുവരുന്നത്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ 14 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു വന്നത്. കാര്യം ഇതെല്ലാം പറഞ്ഞെങ്കിൽ മാത്രമേ ആ ജനത്തിന് അന്നത്തുള്ള പശ്ചാത്തലത്തിൽ അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് ഇവിടെ പറയുന്നു, ടേബിൾ ഓഫ് ഡീമൺസ്. ഇത് ഈ ഫ്രേസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പിശാചുമായിട്ട് കവനൻ ഉണ്ടാക്കുന്ന ഏത് കാര്യത്തിലും നമ്മൾ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുമ്പോഴാണ്, ഒരുപക്ഷെ അവനെ പൂജിച്ച അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന ഒരു വിഗ്രഹാർപ്പിതമാണെന്ന് പൂർണ്ണമായ നിശ്ചയത്തോടു കൂടെ നാം അത് ഭക്ഷിക്കുമ്പോഴും ഒക്കെയാണ് ഈ പിശാചുമായിട്ട് കവനൻ ഉണ്ടാക്കുന്നത്. അവനുമായിട്ട് ടേബിൾ ഷെയർ ചെയ്യുന്നത് പോലെയാണ്. അത് ദൈവമക്കൾ അതിനകത്തുനിന്ന് മാറി നിൽക്കണമെന്നുള്ളതാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക്, അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? പൗലോസ് ഇവിടെ പിന്നെയും പറയുകയാണ്. അപ്പോഴ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉടനെ അടുത്ത ചിന്ത ഒരു മനുഷ്യന്റെ അകത്ത് വരുന്നത്, അതൊക്കെ ഈ ബലഹീന വിശ്വാസികൾക്കുള്ളതാണ്. ഈ ബലമുള്ള അല്ലെങ്കിൽ അറിവുള്ള ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുവാണെങ്കിൽ
അതിനുള്ള ഉത്തരം പൗലോസ് നേരത്തെ അങ്ങ് പറയുകയാണ്, നീ കർത്താവിന് കോപം ജലിപ്പിക്കുന്നുവോ, നീ കർത്താവിനേക്കാൾ ബലവാനോ. നേരത്തെ ഞാൻ 12-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചതുപോലെ ഇതിൻ്റെ എല്ലാം ഒരു ചിന്ത ആൾക്കാരിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമാണ്. നമ്മൾ നിൽക്കുന്നവരാണ്, ഇതൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല, ഇതൊക്കെ ബലഹീന വിശ്വാസികൾക്കാണ് ആപ്ലിക്കബിൾ എന്ന് ചിന്തിക്കുമ്പോഴാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നീ കർത്താവിനേക്കാൾ ബലവാനല്ലല്ലോ, അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ആവർത്തനം 32:21. ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി, മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു. ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വിഗ്രഹാർപ്പിതം അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. ഇത് ദൈവത്തെ കോപിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന അമ്പലത്തിൽ കാണുന്ന വിഗ്രഹം മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിഗ്രഹങ്ങളുമുണ്ട്. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന അല്ലെങ്കിൽ ദൈവത്തിനേക്കാൾ കൂടുതൽ നാം പ്രാധാന്യം കൊടുക്കുന്ന ഏതും നമ്മുടെ ജീവിതത്തിലെ ഒരു വിഗ്രഹമായിട്ട് മാറാം എന്നുള്ള കാര്യം കൂടെ ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഓരോ ദിവസങ്ങളും നാം ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസമാകാം, സൗന്ദര്യമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, ഹെൽത്ത് ആയിരിക്കാം, സം കൈൻഡ് ഓഫ് സ്പോർട്ട് ആയിരിക്കാം, ഏതാണെങ്കിൽ പോലും ഇതെല്ലാം ദൈവം കഴിഞ്ഞിട്ടേ ആകാമൂ. കാര്യം ഇതെല്ലാം കമ്പയർ ചെയ്യുന്നത് ഒരു വിവാഹ ജീവിതത്തോട് ചേർത്തിട്ടാണ് പലപ്പോഴും പൗലോസ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. കാര്യം നാമും സഭയും കർത്താവും തമ്മിലുള്ള ഒരു ബന്ധം, അത് മണവാട്ടിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന അല്ലെങ്കിൽ മണവാളിനേക്കാൾ കൂടുതൽ എന്തിനെ സ്നേഹിക്കുന്നു, അതെല്ലാം ദൈവത്തിൻ്റെ എരിവ് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ കോപിപ്പിക്കുന്ന ഒരു വിഷയമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നു. അപ്പോൾ ഇവർക്ക് അവരോട് പറയാണ്, അവരുടെ ഒരു അറഗൻസ് ആണ് പലപ്പോഴും ഇതിനകത്തേക്കിൽ നിന്ന് അവരെ ഇതൊക്കെ ചെയ്യാം, ദേ ക്യാൻ ഡു, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന അവർക്ക് ഡീമൺസുമായിട്ട് ഏത് തരത്തിലും അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാം, കവനന്റ് ഉണ്ടാക്കാം. ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് അവിടെയും ആരാധിക്കാം, ഇവിടെയും ആരാധിക്കാം, അവരെയും പിണക്കണ്ട, ഇവരെയും പിണക്കണ്ട. അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അവിടെയും പോവും, ഇവിടെയും പോവും, എല്ലായിടം പോവും. അവരുടെ പ്രശ്നം വിഗ്രഹങ്ങളെ ആരാധിക്കും, അവരെ ആരാധിക്കും. കാര്യം എല്ലാവരുമായിട്ടും അവരൊരു ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ചിന്ത. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയാം, എവിടെ നിന്നൊക്കെ മാറി നിൽക്കണമെന്നുള്ളത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് ചില കാര്യങ്ങൾ നാം മാറി നിൽക്കണം. ഒരിക്കലും നമ്മുടെ സ്പിരിച്വൽ അറഗൻസ് നമ്മളെ ഈ അപകടങ്ങളിൽ കൊണ്ട് ചാടിക്കുവാനായിട്ട് ഇടവരുത്തരുത്. അതിൻ്റെ 23, 24 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഈ കൊരിന്ത്യ സഭയിൽ അവിടെ ചെല്ലുമ്പോഴേ അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യം, അവർ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരും അവിടെ അന്ന് കാലത്തെ ഒരു പുതിയ ജനറേഷൻ ചർച്ച എന്നൊക്കെ ആയിരുന്നു അവരുടെ ചിന്ത. അപ്പം ഞാൻ എൻ്റെ ഭാവനയിൽ ചിന്തിക്കുക, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം അവർ എഴുതിയിരിക്കുന്നത് ഇതായിരിക്കും. കൊരിന്ത്യൻസിൻ്റെ സ്ലോഗനാണ്, ഓൾ തിങ്സ് ആർ ലോഫുൾ. ചിലരൊക്കെ അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ കൊരിന്ത്യൻസിൻ്റെ സ്ലോഗൻ ഓൾ തിങ്സ് ആർ ലോഫുൾ എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, അല്ലെങ്കിൽ അതായിരുന്നു അവർ ചിന്തിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായതുകൊണ്ട് ഞങ്ങളുടെ ഈ അറിവ് കാരണം ഞങ്ങൾ ഇതൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല. പക്ഷെ പൗലോസ് പറയുകയാണ്, ഈ അറിവ് മാത്രമല്ല, പൗലോസിൻ്റെ ഒരു ചിന്ത അവിടെ ഷെയർ ചെയ്യുകയാണ്. എനിക്ക് സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. ഫ്രീഡം എല്ലാം പ്രയോജനമുള്ളതല്ല. അവിടെ കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്തുകൂടായോ, ഇങ്ങനെ ചെയ്തുകൂടായോ, അതൊക്കെ ശരിയായിരിക്കാം. ഇവിടുത്തെ നിയമം അനുസരിക്കുന്ന അല്ലെങ്കിൽ നിയമപ്രകാരം ഇതൊന്നും തെറ്റല്ലായിരിക്കാം. പക്ഷേ എല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനമുള്ളതായി തീരത്തില്ല.
അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രയോജനമുള്ളതായി തീരത്തില്ലെങ്കിലും ചെയ്താൽ എന്താ കുഴപ്പം? പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുമ്പോൾ അത്രയും സമയം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ ഈ എല്ലാം പ്രയോജനമുള്ളതല്ല. എല്ലാം ലോഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ ബൈബിള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇത് കഴിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പലപ്പോഴും നാം ചോദിക്കുമ്പോൾ, പൗലോസിന്റെ ഉത്തരം ഇതാണ്: എല്ലാം പ്രയോജനമുള്ളതല്ല. എല്ലാത്തിനും കർത്തവ്യം, എല്ലാം ലോഫുൾ ആയിരിക്കാം, പക്ഷെ എല്ലാം പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും ആത്മീയ വർധനവ് വരുത്തുന്നില്ല. ഇത് വലിയൊരു ചോദ്യമാണ്. നാം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആത്മീയ വർധനവ് വരുത്തുന്ന എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും അങ്ങനെ എല്ലാം ആത്മീയ വർധനവ് വരുത്തുന്ന മാത്രം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ ദൈവവചനം നമ്മളെ പഠിപ്പിച്ച് എന്ത് ചെയ്താലും കർത്താവിനായിട്ട് ചെയ്യുകയും. അപ്പൊ ആത്മീയ വർധനവ് വരുത്താത്ത കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇത് എൻ്റെ ജീവിതത്തിൽ ആത്മീയ വർധനവ് വരുത്തുന്നുണ്ടോ? പൗലോസ് ഇതിന്റെ ഒരു ഓൾ മെസ്സേജ് പൗലോസ് പറയുന്നത്, എൻ്റെ ഫ്രീഡം ഷുഡ് ബി, അല്ലെങ്കിൽ എൻ്റെ ഫ്രീഡം ഇന്റൻഷനലി റെസ്ട്രെയിൻഡ് ബൈ ലവ്. സ്നേഹത്താൽ എൻ്റെ ഫ്രീഡത്തിനെ ഞാൻ കൺട്രോൾ ചെയ്യുന്നു. ക്രിസ്ത്യൻ ഫ്രീഡം ഈസ് റിയൽ, ബട്ട് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ലവ് ആൻഡ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ബോഡി. നമുക്ക് ഇത് ദൈവസഭകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ, നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ, ഇതെല്ലാം ചെയ്യാമായിരിക്കാം, പക്ഷേ ഇത് മറ്റുള്ളവരിൽ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം കൂടെ നാം ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും നാം ചെയ്യാനായിട്ട്. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരാളെ ബിൽഡിംഗ് അപ്പ് ചെയ്യുവാണോ അതോ ഒരാളെ നശിപ്പിക്കുവാണോ എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് ദൈവമക്കൾ ചിന്തിക്കണം. എന്തിനാ ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ എല്ലാവരും സ്വസ്നേഹികളും, അല്ലെങ്കിൽ അവരെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കൂടുതൽ സ്നേഹിക്കുന്നത്. നമ്മളൊക്കെ ഒരു പക്ഷേ വളർന്നു വന്ന സാഹചര്യം ഡിഫറെൻ്റ് ആയിരിക്കാം. പഴയ ഒരു ജനറേഷൻ പലപ്പോഴും അവർ മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി പഴയ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. പലപ്പോഴും കൂട്ടുകുടുംബങ്ങളും പലരും അത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ന്യൂക്ലിയർ ഫാമിലീസൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും നമ്മുടെ മെൻറ്റാലിറ്റിയൊക്കെ മാറി. നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നതൊക്കെ വളരെ കുറഞ്ഞു. മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ കുറഞ്ഞു. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് പൗലോസ് അടുത്ത അധ്യായത്തിൽ, 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. എപ്പോഴാണ് നമ്മുടെ ടോളറേഷനൊക്കെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം വരുമ്പോഴാണ്. ഒരാൾ ഇത് കഴിക്കത്തില്ല, ഒരാൾ ഇത് കഴിക്കും. അപ്പോൾ ഒരാൾ ഇത് കഴിക്കത്തില്ല, അയാൾ കഴിച്ചില്ല, എന്നാ പ്രശ്നം? ഇപ്പം എല്ലാവരെയും കൂടെ നോക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചർച്ചിലൊരു കാര്യം, ഒരു ഫുഡിൻ്റെ ഒരു സംസാരം വരുമ്പോഴാണ് റിയലായിട്ട് നമ്മുടെ ടോളറൻസ് ലിമിറ്റ് എവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു നേരത്തെ ഫുഡല്ലേ, കഴിച്ചാലും എന്താ കഴിച്ചില്ലെങ്കിലും എന്താ. നമുക്കൊരു ഒരാളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ടേസ്റ്റ് ഉള്ള ഫുഡ് ആയിരിക്കത്തില്ല, നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ മെയിനായിട്ടുള്ളൊരു ചിന്ത, ഇറ്റ്സ് നോട്ട് അബൌട്ട് അസ്, ഇറ്റ്സ് അബൌട്ട് അതേഴ്സ്. എല്ലാവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ, എല്ലാവർക്കും കൂടെ സന്തോഷമുള്ള ഒരു കാര്യം. അതാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓരോ കാര്യങ്ങളും ദൈവവചനത്തിൽ അത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്ന് എഴുതിയിട്ടില്ല എങ്കിലും നമ്മൾ ഓരോ കാര്യത്തിലും ഡെസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്നുള്ള കാര്യമാണ് പൗലോസ് 8-ാമത്തെ അധ്യായത്തിൽ 8, 9, 10 അധ്യായങ്ങളിൽ പൗലോസ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് 9-ാമത്തെ അധ്യായം അവസാനം എടുക്കാമെന്ന് വിചാരിച്ചത്? പൗലോസ് തൻ്റെ എക്സ്പീരിയൻസ് ആണ് 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആദ്യം തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം തൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അതുകൊണ്ടാണ് 8-ാമത്തെ അധ്യായം കഴിഞ്ഞതിന് ശേഷം 10-ാമത്തെ അധ്യായം എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി 10-ാമത്തെ അധ്യായത്തിന് ശേഷം നാം 9-ാമത്തെ അധ്യായത്തിൽ പൗലോസ് എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്, അല്ലെങ്കിൽ തൻ്റെ റിയൽ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് 9-ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിക്കും. കടന്നു പോകാം. നാം ഇവിടെ പറയുന്ന പൗലോസ് പറയുന്നു, എല്ലാത്തിലും എനിക്ക് കർത്തൃത്വമുണ്ട്, എങ്കിലും ഞാൻ സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടോ എങ്കിലും സകലവും ആത്മീയ വർധനവ് വരുത്തുന്നില്ല.
ഇനിയാണ് മെയിനായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യം പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. 24-ാമത്തെ വാക്യം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. അപ്പോൾ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. ദൈവസഭയിൽ എത്ര ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ ചർച്ചിൽ വരുന്ന ഓരോ ആൾക്കാരും അവരെ ചർച്ചിന്റെ ഭാഗമാണെന്നുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ടാകും. നമ്മൾക്കും അന്ന് നമുക്ക് ആരാധിക്കണം, അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നാം ആരാധിച്ചു, നാം കടന്നു പോകുന്നു. അതിനപ്പുറമായിട്ട് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഇൻക്ലൂഡിങ് മീ ആക്ച്വലി, എനിക്കും ഇതിനകത്ത് എത്രത്തോളം നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ഗുണം കൂടെ അന്വേഷിക്കുന്നു എന്നുള്ളത് ഒരു വളരെ വലിയൊരു ചിന്തയാണ്. അപ്പം അത് സ്നേഹത്തെക്കുറിച്ചും നാം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പിന്നെയും ഫിലിപ്പിയ ലേഖനത്തിലും അത് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നേ ഉള്ളൂ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ ചിന്തിക്കണം. അപ്പോൾ എപ്പോഴും നമ്മളെ തന്നെ സെൻട്രഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതെ അതേഴ്സ് സെൻറ്റേഡ്നെസ് നമ്മൾ ഉണ്ടാകണം. അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ചിന്ത മാക്സിമൈസിങ് മൈ ഫ്രീഡം, അതൊന്ന് ഒഴിവാക്കിയിട്ട് തിങ്കിങ് അബൌട്ട് അവർ നെയ്ബേഴ്സ്. അപ്പം പ്രത്യേകിച്ചും കൊരിന്ത്യ സഭയിൽ അത് വളരെ ശക്തമായിരുന്നു എന്നുള്ളത് 11-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് മറ്റുള്ളവരുടെ ഗുണം കൂടെ നാം സെൽഫ് സെൻറ്റേർഡ് ആകാതെ മറ്റുള്ളവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യണം, ടോളറേറ്റ് ചെയ്യണം. മറ്റുള്ളവരുടെ ഗുണം കൂടെ നാം ചിന്തിക്കണം, മറ്റുള്ളവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നാം സർപ്രൈസ്ഡ് ആകാറുണ്ട്. വേർപെട്ട കൂട്ടായ്മയെന്ന് അവകാശപ്പെടുന്ന നമ്മുടെയൊക്കെ ചർച്ചിൽ വരുമ്പോൾ എത്രത്തോളം നാം സെൽഫ് സെൻറ്റേർഡ് ആണെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. വെളിയിൽ നിന്ന് വരുന്നവർക്കാണ് അത് കൂടുതലും ഫീൽ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത്. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സഭകളൊക്കെ വളരണം. നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ചിന്തയും മറ്റുള്ളവരുടെ ഗുണം കൂടെ ചിന്തിക്കുന്നവരായിട്ട്, അന്വേഷിക്കുന്നവരായിട്ട് മാറട്ടെ. ഇനിയും 25-ാം അധ്യായത്തിൽ നേരത്തെ 8-ാം അധ്യായം തുടങ്ങിയപ്പോഴേ ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്. ഇവരുടെ എല്ലാം പ്രോബ്ലം നേരത്തെ പറഞ്ഞതുപോലെ വിഗ്രഹാർപ്പിതമായിട്ടുള്ളത് വളരെ കുറഞ്ഞ വിലയ്ക്കും അല്ലാത്തത് കൂടിയ വിലയ്ക്കും മാർക്കറ്റിൽ വിൽക്കുവാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഈ ഒരു വലിയ ചിന്ത. എന്തുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ള സ്ഥിതിക്ക് നമുക്ക് എന്തുകൊണ്ട് ഇത് വാങ്ങി ഭക്ഷിച്ച് കൂടാ എന്ന് പറയുമ്പോൾ, ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന, അത് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് അതിനകത്തുനിന്ന് പെട്ടെന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പഠിപ്പീരോ അല്ലെങ്കിൽ ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതാണല്ലോ അവർക്ക്, അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അതുകൊണ്ടാണ് അവരിങ്ങനെ എഴുതി ചോദിക്കുവാനായിട്ടിടയായത്. അപ്പോൾ ഇവിടെ മീറ്റ് മാർക്കറ്റിനെ കുറിച്ച് പൗലോസ് പറയുന്നു. എന്തുകൊണ്ട്? എൻ്റെ മറ്റൊരു സൈഡാണ് പറയുന്നത്. അങ്ങനെ അങ്ങാടിയിൽ വെക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ, അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ. ഈ സാധനങ്ങൾ നാം കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചിട്ട് നമുക്കൊന്നും മേടിച്ച് കഴിക്കാനായിട്ട് കഴിയത്തില്ല. ഈ ഒരു സന്ദർഭത്തിൽ വളരെ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടാണ് പൗലോസോട് പറയുന്നത്. ഇങ്ങനെ അങ്ങാടിയിൽ വിൽക്കുന്ന സാധനങ്ങൾ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചത് കഴിക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ കഴിക്കണം. കാര്യം അതിൻ്റെ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ച് വന്നാൽ ഇത് എവിടെ നിന്ന് വന്നു, ആരുണ്ടാക്കി, ആര് പാക്ക് ചെയ്തു, ഇതൊക്കെ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈ ഫുഡൊന്നും കഴിക്കാനായിട്ടുള്ള യാതൊരു വിധമായ സാഹചര്യവും ഇല്ല. അതുകൊണ്ട് ഇതൊന്നും അന്വേഷണം കൂടാതെ കഴിക്കുവാൻ, തിന്നുവാൻ എന്നുള്ളതാണ് തിരുവചനത്തിൽ നാം പഠിക്കുന്നത്. അതിനുള്ള കാരണവും 26-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. എന്നാൽ അടുത്ത ഒരു കേസിൽ 27-ാമത്തെ അധ്യായത്തിൽ ഒരു സിനാരിയോ ആണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ
ചിന്തിക്കുകയായിരുന്നു, എത്ര നന്നായിട്ടാണ് പൗലോസ് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇന്ന് ഓരോ കേസ് സ്റ്റഡിയൊക്കെ വെച്ചിട്ടാണ്, ഓരോ സിനാരിയോ ഒക്കെ വെച്ചിട്ടാണ് ഈ ജനത്തെ പൗലോസ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ സിനാരിയോ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? 27, 28 വാക്യങ്ങളൊന്ന് വായിക്കാം. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവീൻ. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കേസ് സ്റ്റഡി പൗലോസ് വളരെ പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ഏതെങ്കിലും ഒരു അവിശ്വാസി നിങ്ങളെ ആഹാരത്തിന് വിളിച്ചാൽ അവിടെ ചെന്ന് നിങ്ങൾക്കിടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം സ്തോത്രത്തോടുകൂടെ ഭക്ഷിക്കാം, എനിക്ക് യാതൊരു വിധമായ കുഴപ്പം ഉണ്ടാകത്തില്ല. കാര്യം എന്താണ്? 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതാണ്, സകലതും കർത്താവിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ വേറൊരുവൻ നിങ്ങളോട് പറയുകയാണ് ഇത് വിഗ്രഹാർപ്പിതമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനകത്തുനിന്ന് ഒഴിഞ്ഞിരിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസാക്ഷി നിമിത്തമല്ല, അവൻ്റെ മനസാക്ഷി നിമിത്തം എൻ്റെ സ്വാതന്ത്ര്യം. അതിനുശേഷം പൗലോസ് 29-30 വാക്യങ്ങളൊന്ന് വായിക്കാം. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല, മറ്റവൻ്റേതത്രേ. എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മനസ്സാക്ഷി നിമിത്തമല്ല, അവൻ്റെ മനസ്സാക്ഷി. അതിനുശേഷം പൗലോസ് നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ വരുന്ന ഒരു ചോദ്യം പൗലോസ് ഇവിടെ പിന്നെയും പറയുകയാണ്, ഞാൻ സ്തോത്രം ചെയ്തതിനെ എന്തിനാണ് ഞാൻ അതിനെ തെറ്റ് എന്ന് വിചാരിക്കുന്നത്? സാധനം എന്തുകൊണ്ട് ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന് എന്ന് പൗലോസ് ചോദിക്കുന്നത് നമ്മുടെ അകത്ത് വരുന്ന ഒരു ചിന്തയാണ്. എങ്കിലും അതിൻ്റെ ഉത്തരമായിട്ട് പൗലോസ് പറയുന്നത് അവൻ്റെ മനസാക്ഷി നിമിത്തം അതിനകത്തുനിന്ന് ഒഴിഞ്ഞു നിൽക്കുക. 32-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ച അല്ലാത്തവരാകുവിൻ. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ചയാകരുത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേണും മറ്റുള്ളവരെ കുറിച്ചുള്ള സ്നേഹവും. അപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മൾ ഒരുമിച്ച് പോകുന്ന സമയത്താണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളെ ഭരിക്കേണ്ട ഒരു ചിന്ത, ഇത് എനിക്ക് കഴിക്കാമോ കഴിക്കണ്ടായോ അല്ലെങ്കിൽ കഴിക്കരുതോ എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ മനസ്സിനകത്ത് വരേണ്ട ഒരു ചിന്ത, ഇത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു, അവൻ്റെ മനസ്സാക്ഷി എങ്ങനെ ബാധിക്കുന്നു. അവനെ മുറിവേൽപ്പിക്കുവാൻ എനിക്ക് അധികാരമില്ല, അവകാശമില്ല, അത് ചെയ്യുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഞാൻ എന്ത് തിന്നാലും കുടിച്ചാലും മറ്റുള്ളവർക്കൂടെ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ചെയ്യും. അതാണ് 31-ാമത്തെ വാക്യത്തിൽ ഇവിടുത്തെ ഗോൾഡൻ വേർഡ്സ്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എന്ത് ചെയ്താലും, നമ്മളിപ്പം ഫുഡ് കഴിച്ചാലും കുടിച്ചാലും ഒക്കെ ദൈവത്തിന് മഹത്വത്തിനായിട്ട് ചെയ്യാൻ പറ്റുമോ? അതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ എവിടെ ആയിരുന്നാലും എന്ത് ചെയ്താലും അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം നമ്മൾ വിചാരിക്കും ആരാധനയിൽ ഇരിക്കുന്ന ആ 2 മണിക്കൂർ മാത്രമാണ് നാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്നതെന്ന് നാം ചിന്തിച്ചാൽ അത് തെറ്റാണ്. നാം ആയിരിക്കുമ്പോൾ, നാം എവിടെ ആയിരിക്കുമ്പോഴും ഒരു പക്ഷേ ഒരു ചെറിയ ഒരു സ്മൈലായിരിക്കാം, അത് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവാനായിട്ട് കഴിയാം. നിങ്ങളുടെ മുഖഭാവങ്ങളായിരിക്കാം, നിങ്ങളുടെ ആക്ഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ റിയാക്ഷൻസ് ആയിരിക്കാം. ഇവിടെ ഒക്കെയും ഒരു ദൈവ പൈതലിന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ആഹാരത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആരാധനകളൊന്നും ഒരിക്കലും ആശീർവാദം പറയുമ്പോൾ തീരുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഓപ്പർച്യൂണിറ്റി ആശീർവാദം പറയുമ്പോൾ തീരുന്നില്ല. അതിനുശേഷമാണ് നമുക്ക് ഇതിനേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതിനുശേഷം നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും
കർത്താവിന് മഹത്വമായിട്ട് തീരുന്നത്. ചിലപ്പം പറയുന്ന ഓരോ വാക്കുകളായിരിക്കാം ഒരു മനുഷ്യനെ വലിയൊരു ഭാരത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാനായിട്ട് കാരണമായി തീരുന്നത്. ഹല്ലേലൂയ. അതിന് 33-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. പ്രൈസ് ലോർഡ്. ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലായ്പ്പോഴും പ്രസാദിപ്പിക്കുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ താൻ തൻ്റെ ജീവിതം കോംപ്രമൈസ് ചെയ്യുന്നെന്നുള്ളതല്ല പറഞ്ഞത്. തൻ്റെ സ്വാതന്ത്ര്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കേണ്ടതിന്, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കേണ്ടതിന് അതിനെ മാറ്റിവെച്ച്, തൻ്റെ കംഫർട്ട് മാറ്റിവെച്ച് മറ്റുള്ളവരെ, ഹല്ലേലൂയ, മറ്റുള്ളവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു നേച്ചർ. ഇതിനകത്തൊരു പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞാൽ, നമുക്ക് ഇതൊക്കെ പലപ്പോഴും ഈ ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ കംഫർട്ടുണ്ട്, നമ്മുടേതായ രീതികളുണ്ട്, നമ്മുടേതായ ബെഡുണ്ട്, നമ്മുടേതായ ഈവൻ ഡൈനിങ് ടേബിൾ പോലും നാം ഇരിക്കുമ്പോൾ പലപ്പോഴും നാം പിള്ളേർ ഇരിക്കുന്ന ഒരേ ചെയറിലായിരിക്കും. ഇങ്ങനെ മാറി മാറി ഒന്നും ഇരിക്കാറില്ലല്ലോ. കാര്യം ഓരോരുത്തരുടെയും പ്രിഫറൻസ് അത് മാറുന്നത് ആർക്കും ഇഷ്ടമല്ല. ഡൈനിങ്ങിന് ഇരിക്കുമ്പോൾ പോലും നമ്മൾ സ്ഥിരമായിട്ടിരിക്കുന്ന ചെയറിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാത്തിനും രീതികളുണ്ട്. പക്ഷെ ഒരു ദിവസം, ഒരു 4 ദിവസം ക്യാമ്പിന് പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. അപ്പൊ നമ്മൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ ആ പഴയ ചിന്തകൾ, എൻ്റെ പ്രിഫറൻസ്, എൻ്റെ സ്വാതന്ത്ര്യം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അതിലെല്ലാം ഉപരിയായിട്ട് മറ്റുള്ളവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ക്യാമ്പുകളൊക്കെ പലപ്പോഴും നമ്മളെ സഹായിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും പൗലോസ് ഈ പറഞ്ഞതുപോലെ വലിയൊരു അന്നത്തെ ഒരു ചോദ്യം പൗലോസിനോട് ചോദിച്ചെങ്കിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പല പല കാര്യങ്ങൾ, പല പല പോയിന്റ്സുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിച്ചു.